എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രത്തിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. യുവാവായ ഒരു ഗൈനോക്കോളജിസ്റ്റ് നേരിടുന്ന പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ അയാൾ കണ്ടെത്തുന്ന വഴികളും രസകരമായ രീതിയിൽ ചർച്ച ചെയ്യുന്ന ചിത്രം ഒരു മനോഹരമായ ഫാമിലി എന്റർടൈനറാണ്. വിനയ് ഗോവിന്ദ് ആണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. മാർക്കോ യിലൂടെ പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയ ഉണ്ണി മുകുന്ദൻ ഗൈനക്കോളജിസ്റ്റിന്റെ ഗെറ്റപ്പിൽ പ്രേക്ഷക ഹൃദയം കീഴടക്കുന്ന പ്രകടനവുമായി എത്തുന്നു. എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി ഉണ്ണി മുകുന്ദന്റെ തിരിച്ചുവരവാണ് ഗെറ്റ് സെറ്റ് ബേബി. മാർക്കോയിൽ കണ്ട ഉണ്ണി മുകുന്ദന്റെ നേരെ വിപരീതമാണ് ഗെറ്റ് സെറ്റ് ബേബിയിലെ ഉണ്ണി. IVF സ്പെഷ്യലിസ്റ്റായ അർജുൻ ബാലകൃഷ്ണനായി മികച്ച പ്രകടനമാണ് ഉണ്ണി മുകുന്ദൻ നടത്തിയത്. ഒരു ഡോക്ടറുടെ ഗെറ്റപ്പും ഗാംഭീര്യവും പേറുമ്പോഴും ഉണ്ണിയുടെ സ്വതസിദ്ധമായ ചാമും വൈബും കാത്തുസൂക്ഷിക്കുന്ന കഥാപാത്രം സ്ത്രീ പ്രേക്ഷകരെ ആകർഷിക്കുമെന്ന് ഉറപ്പാണ്. അത്യധികം വയലന്റായ മാർക്കോ എന്ന കഥാപാത്രത്തിലൂടെ ഇന്ത്യൻ പ്രേക്ഷകരെ ഒന്നാകെ കയ്യിലെടുത്ത ഉണ്ണി മുകുന്ദൻ അർജുൻ ബാലകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ തോളേരിയ രീതി കണ്ടാൽ ഏതുതരം കഥാപാത്രവും ഉണ്ണിയുടെ കയ്യിൽ ഭദ്രമാണെന്ന് ഉറപ്പാണ്. ഉണ്ണി മുകുന്ദനും നിഖില വിമലും തമ്മിലുള്ള കെമിസ്ട്രിയാണ് എടുത്തുപറയേണ്ട മറ്റൊരു ഘടകം. അർജുന്റെ ഭാര്യയായ സ്വാതി എന്ന കഥാപാത്രമായി നിഖില മികവുറ്റ പ്രകടനം കാഴ്ചവച്ചു. ഇരുവരുടെയും കോമ്പിനേഷൻ സീനുകളും പ്രണയരംഗങ്ങളുമെല്ലാം ഒരൽപ്പം പോലും അതിഭാവുകത്വമില്ലാതെ ഹൃദയഹാരിയായി കുടുംബപ്രേക്ഷകരുടെ ഇഷ്ടം നേടുന്ന വിധത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നടൻ സുധീഷും നടി സുരഭി ലക്ഷ്മിയും കുട്ടികളില്ലാത്ത ദമ്പതികളായി ചിത്രത്തിലെത്തുന്നുണ്ട്. അർജുന്റെ ഭാര്യയായ സ്വാതി എന്ന കഥാപാത്രമായി നിഖില മികവുറ്റ പ്രകടനം കാഴ്ചവച്ചു. ഇരുവരുടെയും കോമ്പിനേഷൻ സീനുകളും പ്രണയരംഗങ്ങളുമെല്ലാം ഒരൽപ്പം പോലും അതിഭാവുകത്വമില്ലാതെ ഹൃദയഹാരിയായി കുടുംബപ്രേക്ഷകരുടെ ഇഷ്ടം നേടുന്ന വിധത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നടൻ സുധീഷും നടി സുരഭി ലക്ഷ്മിയും കുട്ടികളില്ലാത്ത ദമ്പതികളായി ചിത്രത്തിലെത്തുന്നുണ്ട്. മനസ്സ് നോവിക്കുന്ന വൈകാരികമായ ഇരുവരുടെയും പ്രകടനം ശ്രദ്ധേയമാണ്. ജോണി ആന്റണി, ചെമ്പൻ വിനോദ്, മുത്തുമണി, ഗംഗ മീര, ഫറ ഷിബില, മീര വാസുദേവൻ, ശ്യാം മോഹൻ, അഭിരാം രാധാകൃഷ്ണൻ തുടങ്ങിയവരുടെ പ്രകടനവും ശ്രദ്ധേയമാണ്. ഒരു റൊമാന്റിക് കോമഡിയായി ചിത്രം ആരംഭിക്കുന്നുവെങ്കിലും ഏറെ വൈകാരികമായ ഒരു കുടുംബചിത്രമായി ഈ ചിത്രം പരിണമിക്കുന്നുണ്ട്. ഇൻഫെർട്ടിലിറ്റി, ഗർഭധാരണം തുടങ്ങിയ സെൻസിറ്റീവ് ആയ വിഷയത്തെ വളരെ ലഘുവായി വിജ്ഞാനപ്രദമായി പ്രേക്ഷകരിലെത്തിക്കാൻ വിന ഗോവിന്ദിന് കഴിഞ്ഞിട്ടുണ്ട്. വി. രാജേഷ് നന്നായി ഹോംവർക്ക് ചെയ്ത് കൃത്യതയോടെയാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. ആശുപത്രിയും ഡോക്ടർമാരും ഉൾപ്പെടുന്ന വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ സാങ്കേതികയ്ക്ക് ഒരു കോട്ടവും തട്ടാതെ കുറ്റമറ്റ രീതിയിൽ ഡോക്ടർമാരുടെ ഭാഷയും ചികിത്സാരീതികളും അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറെ ഗൗരവതരമായ വിഷയം നർമ്മത്തിന്റെ മേമ്പൊടി ചേർത്ത് വൈകാരികമായാണ് വിനഗോവിന്ദ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇൻഫെർട്ടിലിറ്റി ചികിത്സകൾ വളരെ പ്രസക്തമായ കാലത്ത് ചികിത്സാരംഗത്തെ മത്സരവും പാരവെപ്പും സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളിലേക്ക് കൂടി ചിത്രം വെളിച്ചം വിതറുന്നു. അലക്സ് ജെ. പുളിക്കലിന്റെ പ്രകാശം പരത്തുന്ന ഫ്രെയിമുകളും കൃത്യമായ എഡിറ്റിംഗും ചിത്രത്തിന്റെ മൂഡ് നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞിനു വേണ്ടി തയ്യാറെടുക്കുന്നവർ തുടക്കം മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ തുടങ്ങി എങ്ങനെ ചികിത്സയെ സമീപിക്കണമെന്നും തട്ടിപ്പിനിരയാകാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും നല്ലൊരു സ്റ്റഡി ക്ലാസ് കൂടിയാണ് ചിത്രം നൽകുന്നത്. പ്രേക്ഷകരെ ഏറെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും കണ്ണു നനയ്ക്കുകയും ഇമോഷണലി കണക്ട് ചെയ്യുകയും ചെയ്യുന്ന മനോഹരമായ ഒരു കുടുംബചിത്രം തന്നെയാണ് വിനയ് ഗോവിന്ദ് ഒരുക്കിയ ഈ ചിത്രം. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കല്ലേ.